ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NIS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ സർക്കിൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഷേപ്പിലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആ ഷേപ്പിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ പല വിധത്തിലും നമ്മൾ എന്താണ് ഈ പറയുന്ന സർക്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സർക്കിൾസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വൃത്തരൂപം എന്ന് മലയാളത്തിൽ പറയുന്ന ഒന്നാണ്. ഇതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ആ സെന്റർ പോയിന്റിൽ നിന്ന് എല്ലാ മേഖലയിലേക്കും, അല്ലെങ്കിൽ ആ സർക്കിൾ എന്ന് പറയുന്ന അതിന്റെ ലൈനിലെ എല്ലാത്തിലേക്കും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് റേഡിയസ് എന്ന് നോക്കാം. എന്താണ് റേഡിയസ്? ഈ പറയുന്ന ഈ Q എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആണ് എന്ന് കരുതുക. അതുപോലെ തന്നെ ഈ പറയുന്ന R എന്നുള്ള പോയിന്റ് ഞാൻ ഇതിലേക്കൊരു ലൈന് വരച്ചു. ഇനി വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടും ഒരു ലൈൻ വരക്കാം, അല്ലെ? അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടും ഒരു ലൈൻ വരക്കാം, ഇങ്ങോട്ടും വരക്കാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഈ പറയുന്ന ലൈന് വരക്കാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, സെന്റർ പോയിന്റിൽ നിന്നാണ് ഞാൻ ഒരു ലൈന് ഈ സർക്കിളിലേക്ക് വരക്കുന്നത് എങ്കിൽ ആ ലൈന് എല്ലായിടത്തും ഈ പറയുന്ന സ്ഥലത്തും എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഇത് എത്രയാണോ ദൂരമുള്ളത് അത് തന്നെയായിരിക്കും ഇവിടെയും 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 എല്ലാം വരുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലെങ്ത് ഇതിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ്. ഇനി ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് വരക്കുന്നത് എന്ന് വിചാരിക്കുക, ഇതും റേഡിയസ് തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ സ്മോൾ ലെറ്റർ R കൊണ്ട് സൂചിപ്പിക്കാം. റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. ഇതാണ് നമുക്ക് റേഡിയസിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റേഡിയസിനെ ഒന്ന് ഇവിടെ കൂടി വന്ന് വരക്കുന്നു, ഇങ്ങോട്ടും. അതായത് ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും വരക്കുന്നു, അതുപോലെ ഇങ്ങോട്ടും വരക്കുന്നു. രണ്ടും ഒരു നേർരേഖയിലാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് മുതൽ ഈ ഡിസ്റ്റൻസ് വരെയുള്ള സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെയാണ് ഇതിന്റെ സെന്റർ പോയിന്റ്. ഈ സെന്റർ പോയിന്റിലൂടെ കടന്നു പോകുന്ന രണ്ട് അറ്റവും ടച്ച് ചെയ്യുന്ന ലൈനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡയമീറ്റർ എന്ന് വിളിക്കുന്നു. ഇനി ഞാൻ ഇങ്ങനെ ഈ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ കൂടി വരച്ചു. ഡയറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെ വരച്ചാൽ ഇതും എന്താണ്, ഡയമീറ്റർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഡയമീറ്റർ വരക്കാം, സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഡയമീറ്ററുകൾ വരക്കാം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ റേഡിയസുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് റേഡിയസ് സെന്റർ പോയിന്റ് ആണെങ്കിൽ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരക്കുന്ന ലൈനിനെ നമ്മൾ R എന്ന് സൂചിപ്പിക്കുന്നു, അതായത് റേഡിയസ്. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ടും R തന്നെയായിരിക്കും, നമുക്കറിയാം അല്ലെ? റേഡിയസ് ഇങ്ങോട്ടും റേഡിയസ് ആണ്, ഇങ്ങോട്ടും റേഡിയസ്. അപ്പൊ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × റേഡിയസ്. റേഡിയസ് എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും ഡയമീറ്റർ എന്ന് പറയുന്നത്. 2 റേഡിയസ് ആഡ് ചെയ്താലാണ് നമുക്കൊരു ഡയമീറ്റർ കിട്ടുന്നത്. എന്ന് വെച്ചാൽ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും ഡയമീറ്റർ എന്ന് പറയും. അപ്പോൾ സർക്കിളിന്റെ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു സർക്കിളിന്റെ സെന്റർ പോയിന്റിലൂടെ കടന്നു പോകുന്നതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന ഒരു ലൈൻ വരക്കുന്നു. പക്ഷെ ഇത് സെന്റർ പോയിന്റ് ആണെങ്കിൽ ഞാൻ ഇതിലൂടെ അല്ല വരക്കുന്നു, സെന്റർ പോയിന്റ് അല്ലാത്ത മറ്റൊരു രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ രണ്ട് അറ്റവും കൂട്ടിമുട്ടുന്ന ഒരു ലൈൻ വരക്കുന്നു. ഓക്കെ, ഇത് ഡയമീറ്റർ ആണോ അല്ലയോ എന്നാണ് ആദ്യത്തെ ചോദ്യം.
ഉറപ്പായിട്ടും നമുക്കറിയാം സെന്ററിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് അതൊരു ഡയമീറ്റർ അല്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കോർഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും വരക്കാം, ഇതും ഒരു കോർഡാണ്. ഇങ്ങനെയും വരക്കാം, ഒരു കോർഡാണ്. ഇങ്ങനെയും വരക്കാം, ഒരു കോർഡാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കോർഡുകൾ നമുക്കിവിടെ കിട്ടുന്നതാണ് അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള കോർഡുകൾ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും ഒരു കോർഡാണ്. അപ്പോൾ എന്താണ് ഒരു കോർഡ് എന്ന് പറയുന്നത്? എ കോർഡ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഇതൊരു കോർഡാണ് അല്ലേ? അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന ഒരു ലൈൻ, സ്ട്രൈറ്റ് ലൈൻ, അതിനെയാണ് കോർഡ് എന്ന് പറയുന്നത്. ഇനി ഈ കോർഡ് ഞാൻ ഇതിലൂടെ വരച്ചു, അപ്പോഴും ഇതൊരു കോർഡാണ്. ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? സെന്ററിലൂടെ, ഇതിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു കോർഡ് വരക്കും. ഒരു കോർഡ് സെന്ററിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് രണ്ട് വശത്തേക്കുമായാൽ അതിനെ നമ്മൾ കോർഡ് എന്ന് വിളിക്കുന്നു. സെന്ററിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയമീറ്റർ എന്ന് പറയും. അപ്പൊ എന്താണ് ഒരു കോർഡ് എന്ന് പറയുന്നത്? സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു കോർഡിനെ നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നു. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഡയമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോർഡ് ഓഫ് എ സർക്കിൾ എന്ന് പറയും. ആ ഡയമീറ്റർ എന്തായിരിക്കും? ലോങ്സ്റ്റ് കോർഡ് ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് ഡയമീറ്റർ ആണ്, സെന്റർ പോയിന്റ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉണ്ടാകുക. പിന്നീട് ഇങ്ങോട്ട് വരും തോറും അതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അല്ലെ? ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി ഇങ്ങോട്ട് നോക്കിയാലും അത് തന്നെയാണ്. ഇതിന്റെ അത്ര ലെങ്ത് ഇവിടെ ഉണ്ടാകില്ല, ആ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡയമീറ്ററും അതുപോലെ ഒരു കോർഡും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർക്ക്, എന്താണ് സെഗ്മെന്റ്, മേജർ ആർക്കും മൈനർ ആർക്കും എന്താണ്? ഇങ്ങനെയുള്ള കുറെ ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ടേംസ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.